ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ്സ് ഓഫ് ഇടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. പണ്ട് ചായക്കടയിലൊക്കെ കിട്ടിയിരുന്ന ഒരു പലഹാരമായിരുന്നു ബ്രെഡ് പൊരിച്ചത്. ഇപ്പോൾ അത് അങ്ങനെ കാണുന്നില്ല. അപ്പൊ ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ഇതിങ്ങനെ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു. പിന്നെ പപ്പ വീട്ടിലുണ്ടാക്കിയൊക്കെ തരുന്ന ഒരു റെസിപ്പി ആയിരുന്നു ഇത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. 1 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ മാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു കറക്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മൈദയാണ്. നമ്മൾ പഴംപൊരിക്കുള്ള ബാറ്റർ തയ്യാറാക്കുന്ന പോലെയാണ് ഈ ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇതിലേക്ക് ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇതിനൊരു നല്ല ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾക്ക് ലെമൺ യെല്ലോ കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഫുഡ് കളർ. ഞാൻ ഫുഡ് കളറിന് പകരം മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നു. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഒരു 2-3 പിഞ്ച് ഉപ്പ്. ഇതാദ്യമേ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം വെള്ളം ഒഴിച്ച് ഒരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ കലക്കിയെടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ കലക്കിയെടുത്താൽ മതി. ഈ ഒരു പരുവത്തിലാണ് കലക്കിയെടുക്കേണ്ടത്. ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ ബ്രെഡിൽ മാവ് പിടിക്കില്ല. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കലക്കി വെക്കണം. നമുക്ക് ഈ സൈഡിലേക്ക് വെക്കാം. അടുത്തായിട്ട് ഞാനൊരു 5 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇനി സൈഡ് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നടുവേ ഒന്ന് മുറിച്ചെടുക്കണം. ഇതുപോലെ അങ്ങ് നടുവേ മുറിച്ചാൽ മതി. ഈ സമയത്ത് നമ്മൾ എണ്ണയും തിളയ്ക്കാനായിട്ട് വെക്കണം. നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. നല്ല തിളച്ച എണ്ണയിലിട്ടിട്ട് പിന്നെ ഒരു മീഡിയം ചൂടിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ ബ്രെഡ് എണ്ണ കുടിക്കും. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതാണ്. ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് ഈ മാവിലേക്ക് നന്നായിട്ട് അങ്ങ് ഡിപ്പ് ചെയ്യാം. പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച എണ്ണ പിന്നെ ചെറിയ തീയിലേ വെക്കാവുള്ളൂ, അല്ല ബ്രെഡ് കരിഞ്ഞു പോവും. ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുവാണ്. ആ മാവ് മൊരിഞ്ഞ് വെന്ത് വരണം, കരിഞ്ഞു പോരുത്. പെട്ടെന്ന് തയ്യാറായി കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ മാവ് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ തീ നന്നായിട്ടൊന്ന് കൂട്ടിയതിന് ശേഷമാണ് ഇത് എണ്ണയിൽ നിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല ചൂടായി കഴിയുമ്പോഴത്തേക്കും ബ്രെഡിലുള്ള എണ്ണയെല്ലാം പുറത്തേക്ക് ഇറങ്ങും. ഇപ്പോൾ എന്ത് സാധനവും നമ്മൾ വറുത്തെടുക്കുമ്പോൾ കോരി എടുക്കുന്ന സമയമാകുമ്പോൾ നന്നായിട്ടൊന്ന് തീ കൂട്ടി വെക്കും. അപ്പോൾ ചൂടുകൊണ്ട് ആ വറുത്തെടുക്കുന്ന സാധനത്തിനകത്തുള്ള എണ്ണ വെളിയിലേക്ക് ഇറങ്ങി വരും. ഇനി ഇതെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ വറുത്തെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ബ്രെഡ് പൊരിച്ചത് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ, ബൈ ബൈ.